നെക്സ്റ്റ് ബയോളജി ആണ് അല്ലേ. ആൻസർ ഇനി 3 ഫ്രം ക്വസ്റ്റ്യൻ 1 to 4 ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരിയിങ് 1 സ്കോർ. ഓക്കെ, 1 മുതൽ 4 വരെയുള്ള ചോദ്യങ്ങൾക്ക് 3 എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ചൂസ് ദ സെൽ ഓർഗനല്ല വിച്ച് ഈസ് സീൻ ഇൻ പ്ലെന്റി ഇൻ ഗ്ലാൻഡുലാർ സെൽ. ഇതിൽ ഏതാണ്? ഗോൾഗി കോംപ്ലക്സ് അല്ലേ. എന്താണ് പ്ലെന്റി ഇൻ ഗ്ലാൻഡുലാർ സെല്ലിൽ കാണപ്പെടുന്ന സെൽ ഓർഗനൽ ഇതിൽ ഏതാന്ന് ചോദിച്ചില്ലേ? ഗോൾഗി കോംപ്ലക്സ്. ഓക്കെ, നെക്സ്റ്റ് ഐഡന്റിഫൈ ദ വേർഡ് പെയർ റിലേഷൻ ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. ഈ വേർഡ് പെയറിന്റെ റിലേഷൻ മനസ്സിലാക്കിയിട്ട് അടുത്തത് കംപ്ലീറ്റ് ആക്കാനാണ് പറഞ്ഞത്. ഓവറി എസ്ട്രോജൻ. അപ്പൊ ടെസ്റ്റിസ് എന്താണ്? ടെസ്ട്രോൺ. എന്താണ്? ടെസ്റ്റോസ്റ്റെറോൺ. ഓക്കെ, ടെസ്റ്റോസ്റ്റെറോൺ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഐഡന്റിഫൈ ദ ഓഡ് വൺ ആൻഡ് റൈറ്റ് ദ കോമൺ ഫീച്ചർ ഓഫ് അതേഴ്സ്. ഇതിൽ ഓഡ് വൺ ഏതാണെന്നും അതുപോലെ കോമൺ ആയിട്ടുള്ള മറ്റേതല്ലേ അതിന്റെ കോമൺ ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഓഡ് വൺ ഡോഡോ ആണ് അല്ലേ. മറ്റേതൊക്കെ എന്താണ് അതിന്റെ കോമൺ ഫീച്ചർ എന്ന് പറയുന്നത്? നീലഗിരി താറും ലയൺ ടെയിലും മക്കാക്കും പിന്നെ എന്താണ് മലബാർ സിവറ്റ് കാറ്റൊക്കെ എന്താണ്? അതൊക്കെ എന്താണ്? വംശനാശ ഭീഷണി നേരിടുന്ന മൃഗങ്ങളാണ് അല്ലെ, ജീവജാലങ്ങളാണ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? Others are organisms on the verge of extinction. Okay, others are organisms on the verge of extinction. Then next, choose the correct pairs from the following. തന്നിരിക്കുന്ന കറക്റ്റ് പെയർ ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. തന്നിരിക്കുന്ന കമ്മ്യൂണിറ്റി റിസർച്ച് പെയർ ശരിയാണോ? നാഷണൽ പാർക്ക് സൈലന്റ് വാലി അത് ഓക്കെ അല്ലെ. പിന്നെ ബയോസ്ഫിയർ റിസർച്ച് വയനാട് അല്ല അല്ലെ. വൈൽഡ് ലൈഫ് സെഞ്ചുറി എന്താണ്? പെരിയാർ അല്ലെ. അപ്പൊ അതിൽ ശരിയായിട്ടുള്ള കറക്റ്റ് പെയർ ഏതാണ്? നാഷണൽ പാർക്ക് സൈലന്റ് വാലിയും അതുപോലെ വൈൽഡ് ലൈഫ് സാങ്ച്വറി എന്താണ്? പെരിയാറും ആണ്. നെക്സ്റ്റ് ക്വസ്റ്റൻ എന്താണ്? കറക്റ്റ് ദ മിസ്റ്റേക്ക് ഇഫ് എനി ഇൻ ദ അണ്ടർലൈൻഡ് പാർട്ട് ഓഫ് ദ ഗിവൺ സ്റ്റേറ്റ്മെന്റ്. ഈ തന്നിരിക്കുന്നതിൽ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന തെറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ ശരിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സുവോളജിക്കൽ ഗാർഡൻസ് ആർ എക്സാമ്പിൾ ഓഫ് ഇൻസിറ്റു കൺസർവേഷൻ. എന്താണ്? എക്സിറ്റു കൺസർവേഷൻ അല്ലേ. എന്താണ്? എക്സിറ്റു കൺസർവേഷൻ അല്ലേ. എന്താണ്? എക്സിറ്റു കൺസർവേഷൻ. നെക്സ്റ്റ് ബി കുഴപ്പമില്ല അല്ലെ. കമ്മ്യൂണിറ്റി റിസർച്ച് ആർ ഏരിയസ് പ്രൊട്ടക്റ്റഡ് ഇൻ ദ പാർട്ടിസിപ്പേഷൻ ഓഫ് ദ പബ്ലിക്. നെക്സ്റ്റ് ദ ബയോസ്ഫിയർ റിസർച്ച് ആർ ഡിസൈൻഡ് ടു പ്രൊട്ടക്ട് വൈൽഡ് ലൈഫ് അലോങ് വിത്ത് ദ പ്രൊട്ടക്ഷൻ ഓഫ് ഹിസ്റ്റോറിക്കൽ മോണുമെന്റ്സ് നാച്ചുറൽ റിസോഴ്സസ് എക്സെട്ര ഓഫ് ആൻ ഏരിയ. അതെന്താണ്? നാഷണൽ പാർക്കാണ് അല്ലേ. ഓക്കെ, അപ്പോൾ അവിടെ എന്ത് വരും? നാഷണൽ പാർക്സ് ആർ ഡിസൈൻ ടു പ്രൊട്ടക്ട് വൈൽഡ് ലൈഫ് അലോങ് വിത്ത് ദ പ്രൊട്ടക്ഷൻ ഓഫ് ഹിസ്റ്റോറിക്കൽ മോണുമെന്റ്സ് നാച്ചുറൽ റിസോഴ്സസ് എക്സെട്ര ഓഫ് ആൻ ഏരിയ. നെക്സ്റ്റ് 6.1 അനലൈസ് ദ സ്റ്റേറ്റ്മെന്റ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ്. ദ സയന്റിഫിക് നെയിം ഓഫ് ഡോഗ് ഈസ് എ കാനിസ് ഫെമിലിയറീസ്. അപ്പോൾ ഹൗ ഈസ് ദിസ് മെത്തേഡ് ഓഫ് ഗിവിംഗ് സയന്റിഫിക് നെയിംസ് ഓഫ് ഓർഗാനിസംസ് നോൺ ആസ്. എങ്ങനെയാണ് ഈ സയന്റിഫിക് നെയിം ഒക്കെ കൊടുക്കുന്നുണ്ട് ഓർഗാനിസത്തിനൊക്കെ? അതിന്റെ മെത്തേഡ് അറിയപ്പെടുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അറിയപ്പെടുന്ന പേരെന്താ? എന്താണ്? ബൈനോമിയൽ നോമൻക്ലേച്ചർ. ബൈനോമിയൽ നോമൻക്ലേച്ചർ അല്ലേ. ദെൻ വാട്ട് ഡസ് ദ വേർഡ് കാനിസ് ആൻഡ് ഫെമിലിയർസ് ഇൻ ദ സയന്റിഫിക് നെയിം ഇൻഡിക്കേറ്റ്? ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണത്? എങ്ങനെയാണ് ഇതാ? കാനിസ് ഇൻഡിക്കേറ്റ് ദ നെയിം ഓഫ് ദ ജീനസ് അല്ലേ. ആൻഡ് ദ ഫെമിലിയറീസ് ഇൻഡിക്കേറ്റ് ദ നെയിം ഓഫ് ദ സ്പീഷീസ്. ഓക്കെ, next 7th question. Analyze the news report and answer the questions. The Ministry of Health has launched a project to supply iron tablets to 13 crores of students coming under the age group of 10 to 19 years. 10 മുതൽ 19 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് എന്താണ്? 13 ക്രോർ കുട്ടികൾക്ക് എന്താണ്? അയൺ ടാബ്ലറ്റ്സ് എന്താണ്? മിനിസ്ട്രി ഓഫ് ഹെൽത്ത് എന്താണ് സ്റ്റാർട്ട് ചെയ്തിട്ട് സപ്ലൈ ചെയ്യാൻ അല്ലേ. സപ്ലൈ ചെയ്യാൻ എന്താണ്? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ. ദിസ് പ്രോജക്റ്റ് ഈസ് ലാഞ്ച്ഡ് ടു ക്യൂർ വിച്ച് ഡിസീസ്? ഏത് ഡിസീസിന് വേണ്ടിയിട്ടാണ് ഈ പ്രോജക്റ്റ് ലോഞ്ച് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തതിനാണ്? അനീമിയ അല്ലെ. വിളർച്ച എന്നൊക്കെ പറയും അല്ലെ. അനീമിയ. എന്താണ്? അനീമിയ. ഓക്കെ, അനീമിയ. അപ്പോൾ അനീമിയ. വാട്ട് ഇസ് ദ റോൾ ഓഫ് ഫുഡ് ഹാബിറ്റ്സ് ടു ഓവർകം ദിസ് സിറ്റുവേഷൻ? ഈ സിറ്റുവേഷനെ ഓവർകം ചെയ്യാനുള്ള ഫുഡ് ഹാബിറ്റ്സിന്റെ റോള് എന്തൊക്കെയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? Anemia is caused by a deficiency of iron. Anemia can be cured by eating iron rich food. Iron rich foods കളൊക്കെ കഴിച്ചാൽ മതി അനീമിയ സുഖപ്പെടും അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ നോക്കിയേ? ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒബ്സർവ് ദ ഫിഗർ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ്. ഈ ഫിഗർ നോക്കിയിട്ട് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുക. ഐഡന്റിഫൈ ദ പാർട്സ് ലേബിൾ ആസ് എക്സ് ആൻഡ് വൈ ഇൻ ദ ഫിഗർ. ഈ എക്സും വൈയും എന്താന്നാ ചോദിച്ചിരിക്കുന്നത്. എക്സ് എന്താ? വൈ എന്താണ്? വൈ എന്താണ്? എക്സ് എന്താണ് അല്ലേ. വാസ് ഡിഫറൻസും പിന്നെന്താണ്? ടെസ്റ്റിസ് അല്ലേ. വൈ എന്താണ്? ടെസ്റ്റിസ്. മറ്റേ എക്സ് എന്താണ്? വാസ് ഡിഫറൻസ് അല്ലേ. അപ്പം ഇവിടെ ചോദിച്ചിരിക്കുന്ന വേറെന്താ? അടുത്ത അതിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ദ ഫംഗ്ഷൻ ഓഫ് എക്സ്. എക്സിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പം വാസ് ഡിഫറൻസിന്റെ ഫംഗ്ഷൻ എന്താണ്? ക്യാരീസ് ദ സ്പേംസ് ദാറ്റ് ആർ ഫോംഡ് ഇൻ ദ ടെസ്റ്റിസ് ടു ദ യൂറിറ്റർ അല്ലേ. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്താണ്?
അനലൈസ് ദ സ്റ്റേറ്റ്മെന്റ് ഗിവൺ ബിലോ ആൻഡ് ഗീവ് റീസൺ ഫോർ ഈച്ച്. ആ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് അനലൈസ് ചെയ്യുക, എന്നിട്ട് അതിന്റെ റീസൺ കാരണം കണ്ടെത്താനാണ് പറയുന്നത്. വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എക്കോളജിക്കൽ ഹോട്ട്സ്പോട്ട് ഈസ് ഇൻ ഇന്ത്യ ഈസ് വെസ്റ്റേൺ ഗാറ്റ്സ്. അതിന്റെ റീസൺ എന്താണ്? വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എക്കോളജിക്കൽ ഹോട്ട്സ്പോട്ട് ഇൻ ഇന്ത്യ ഇൻ വെസ്റ്റേൺ ഗാറ്റ്സ് ഈസ് വെസ്റ്റേൺ ഗാറ്റ്സ് അല്ലെ. അതായത് ഇന്ത്യയിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഇമ്പോർട്ടൻ്റ് എക്കോളജിക്കൽ ഹോട്ട്സ്പോട്ട് ഏതാണ്? ഈ വെസ്റ്റേൺ ഗാറ്റ് ആണ്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? വെസ്റ്റേൺ ഗാറ്റ്സ് ആർ ഏരിയാസ് റിച്ച് ഇൻ എൻഡമിക് സ്പീഷീസ് ദാറ്റ് ഫേസ് ദ ത്രെറ്റ് ഓഫ് എക്സ്റ്റിൻഷൻ. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്താണ് അടുത്തത്? സേക്രഡ് ഗ്രോവ്സ് ആർ ടു ബി പ്രൊട്ടക്റ്റഡ് ആൻഡ് മെയിൻറ്റെയിൻഡ്. എന്താണ്? കാവുകളൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യണം അല്ലേ, മെയിൻറ്റെയിൻ ചെയ്യണം അല്ലേ. അതിൻ്റെ കാരണം എന്താണ്? യെസ്, എന്താണ്? സ്മോൾ ബയോഡൈവേഴ്സിറ്റി ഏരിയ സിറ്റുവേറ്റഡ് ഇൻ പ്ലേസസ് വെർ ഹ്യൂമൻസ് ഇൻഹാബിറ്റ്. ദേ ഹാവ് എ റോൾ ഇൻ ദ കൺസർവേഷൻ ഓഫ് വാട്ടർ ഇൻ ദ ഏരിയ ഓൾസോ. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ആൻസർ ഇനി 3 ഫ്രം ക്വസ്റ്റ്യൻ 10 to 13 ഈച്ച് ക്യാരീസ് ക്വസ്റ്റ്യൻ ക്യാരീസ് 3 സ്കോർ അല്ലേ. അനലൈസ് ദ ഇലിസ്ട്രേഷൻ ആൻഡ് കംപ്ലീറ്റ് ചെയ്ത് ഇത് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. എക്കോളജിക്കൽ ഇൻട്രാക്ഷൻ അതിൽ A, B, C എന്താണ്? പ്രിഡേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതിൽ A എന്താണ്? ബെനിഫിഷ്യൽ ടു വൺ ആൻഡ് ഈസ് നൈദർ ബെനിഫിഷ്യൽ നോർ ഹാംഫുൾ ടു ദി അതർ. അപ്പോൾ എൻ്റെ ഇതെന്തായിരിക്കും? ഇത് ക്യാമൻസിലീസ് ആണ് അല്ലേ. പിന്നെ B എന്താണ്? എക്കോളജിക്കൽ ഇൻട്രാക്ഷൻ ദ ക്യാമൻസിലീസും മ്യൂച്വലിസും പ്രിഡേഷനും ആണ് അല്ലേ. അതിൽ ക്യാമൻസിലീസ് ആണ് ഇത് ബെനിഫിഷ്യൽ ടു വൺ ആൻഡ് ഈസ് നൈദർ ബെനിഫിഷ്യൽ നോർ ഹാംഫുൾ ടു ദ അതർ അല്ലേ. മറ്റേതിന് ഹാംഫുള്ളും അല്ല, ഒന്നും നേട്ടവും ഇല്ല അല്ലേ. പിന്നെ അതേതാണ് പറയാം നമുക്ക്? മാംഗോ ആൻഡ് മറ്റേ ഇതുണ്ടല്ലോ മാംഗോയിൽ വളരുന്നേ മാംഗോ ട്രീയും പിന്നെന്താ വണ്ട അല്ലേ, വണ്ട എന്ന് പറയും അല്ലേ. ദെൻ പിന്നെ മ്യൂച്വലിസത്തിൽ എന്താണ്? ഫ്ലവർ ആൻഡ് ബട്ടർഫ്ലൈ രണ്ടിനും ഹാംഫുൾ അല്ല. ഇത് എന്താണ്? മ്യൂച്വലിസത്തിൽ പറയുന്നത് എന്താണ്? രണ്ടിനും കുഴപ്പമില്ല അല്ലേ, രണ്ടിനും എന്താണ്? പ്രശ്നമില്ല എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ നമ്മൾ എന്താണ് അവിടെ എഴുതുക? നമുക്ക് എഴുതാൻ എന്ത്? ബെനിഫിഷ്യൽ ടു ബോത്ത് ഓർഗാൻസ് അല്ലേ, രണ്ടിനും എന്താ ബെനിഫിഷ്യൽ ആണ് അല്ലേ. ദെൻ അടുത്ത എന്താ നമുക്ക് എഴുതുക? അത് ഫ്ലവർ ആൻഡ് ബട്ടർഫ്ലൈ ആണ് അല്ലേ. പിന്നെ D നോക്കിയേ, ഏതാണ് പ്രിഡേഷൻ്റെ വരുന്നത്? ഈ പ്രിഡേഷൻ എന്ന് പറഞ്ഞാൽ ഇരപ്പിടുത്താണ് അല്ലേ. അപ്പോൾ ഒന്നിന് ഗുണകരമാണ്, ഒന്നിനെന്താണ്? ഗുണകരമല്ല അല്ലേ, ഹാംഫുൾ ആണ് അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? അങ്ങനെ എഴുതാം അല്ലേ. ഏതാണ്? ബെനിഫിഷ്യൽ ടു വൺ ഹാംഫുൾ ടു ദ അതർ അല്ലേ. ബെനിഫിഷ്യൽ ടു വൺ ഒന്നിന് ബെനിഫിഷ്യൽ ആണ്, മറ്റേ എന്താണ്? ഹാംഫുൾ ആണ് അല്ലേ. ദെൻ പിന്നെ അതിൻ്റെ ഇതെന്താ എഴുതുക? ഇത് മാംഗോ, ഇത് നമ്മൾ പറഞ്ഞില്ലേ മാംഗോ ട്രീ ആൻഡ് വണ്ട. ദെൻ ഇതിലേതാണ് നമുക്ക് പറയാം? സ്നേക്ക് ആൻഡ് ഫ്രോഗ് പറയാം. പിന്നെന്താണ്? ടൈഗർ ആൻഡ് ഡീർ എന്ന് പറയാം. പിന്നെ വേറെ എന്തൊക്കെയാ പറയാം അല്ലേ? ടൈഗർ ആൻഡ് ഡീർ, സ്നേക്ക് ആൻഡ് ഫ്രോഗ്. പിന്നെ ഏതാ വരുന്നത്? നമുക്ക് ഫോക്സ് ആൻഡ് റാബിറ്റ് അതൊക്കെ ഇവിടെ എഴുതാം അല്ലേ. ഓക്കെ, അപ്പോൾ ഇത്ര. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? റീഡ്രോ ദ ഡയഗ്രാം, ഐഡന്റിഫൈ ദ ലേബൽ ദ പാർട്സ് മെൻഷൻ ബിലോ. ഇതെന്താണ്? ഒന്നും കൂടി നിങ്ങൾ വരയ്ക്കുക, എന്നിട്ട് ആ തന്നിരിക്കുന്ന എയിൽ എന്താണ്? ആ ക്വസ്റ്റ്യൻ പാർട്ട് ഏതാണ് കണ്ടുപിടിച്ചിട്ട് ഇതിൽ അടയാളപ്പെടുത്തുക. ബിയും അതേപോലെ പാർട്ട് കണ്ടുപിടിച്ചിട്ട് നിങ്ങളിത് അടയാളപ്പെടുത്തുക. അപ്പം ആ ചിത്രം വരയ്ക്കുക, എന്നിട്ട് എന്താക്കാണ്? ആ പാർട്ട് ഏതാ നോക്കുക? പാർട്ട് വിച്ച് ട്രാൻസ്ഫോം ഇൻ ടു എൻഡോസ്പേം ആഫ്റ്റർ ഫ്യൂസിങ് വിത്ത് മെയിൽ ഗ്യാമേറ്റ്. ഏതാ? പോളാർ ന്യൂക്ലിയർ ആണ് അല്ലേ. ഇതാണ് കേട്ടോ. ദെൻ പാർട്ട് വിച്ച് ഡെവലപ്പ് ഫ്രം പോളൻ ഗ്രെയിൻസ് ആൻഡ് ഗ്രോ ടുവാർഡ്സ് ദ ഓവറി. ഏതാണ്? പോളൻ ട്യൂബ് അല്ലേ. അപ്പോൾ ചിത്രം വരച്ചിട്ട് നിങ്ങൾ അടയാളപ്പെടുത്തുക. പോളൻ ട്യൂബും പോളാർ ന്യൂക്ലിയർ നിങ്ങൾ അടയാളപ്പെടുത്തുക കേട്ടോ. Some of the services that biodiversity providers are given below. Analyze them and complete the following table. നിങ്ങൾ എന്താക്കുക? ചില ബയോഡൈവേഴ്സിറ്റി നമുക്ക് നൽകുന്ന സർവീസസ് ആണ് താഴെ തന്നിരിക്കുന്നത് അല്ലേ. അത് നിങ്ങൾ അനലൈസ് ചെയ്തിട്ട് അത് ടേബിൾ കംപ്ലീറ്റ് ആക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഓക്സിലറി സർവീസ് ഉണ്ട്, മറ്റേന്തായിരിക്കും? പിന്നെ ഇവിടെ തന്നിട്ടുണ്ട് കുറച്ച് സർവീസസുകൾ അല്ലേ. അപ്പോൾ ഓക്സിലറി സർവീസിൽ തന്നിരിക്കുന്നതിൽ ഏതൊക്കെയാണെന്നും ഇവിടെ അടയാളപ്പെടുത്തുക, മറ്റേത് ഏതാണെന്നുള്ളതും ഇവിടെ അടയാളപ്പെടുത്തുക കേട്ടോ. അപ്പോൾ ഓക്സിലറി സർവീസും എക്കോളജിക്കൽ സർവീസസും അല്ലേ. ഓക്സിലറി സർവീസസിൽ ഇതിൽ ഏതൊക്കെയാണ് വരുന്നത്? ന്യൂട്രിയൻ്റ് റീസൈക്ലിങ്ങും പിന്നെ ന്യൂട്രിയൻ റീസൈക്ലിങ്ങും പോളിനേഷനും ആണ് ഓക്സിലറി സർവീസിൽ വരുന്നത് അല്ലേ. ന്യൂട്രിയൻ റീസൈക്ലിങ്ങും പോളിനേഷനും ഓക്സിലറി സർവീസിൽ വരുന്നുണ്ട്. പിന്നെന്താണ്? മറ്റേ എക്കോളജിക്കൽ സർവീസിൽ ഏതാ വരുന്നത്? O2 CO2 ബാലൻസ് വരുന്നുണ്ട്. പിന്നെ സോയിൽ ഫോർമേഷൻ വരുന്നുണ്ട്. ക്ലൈമറ്റ് കൺട്രോളൊക്കെ എന്താണ്? എക്കോളജിക്കൽ സർവീസിലാണ് വരുന്നത് കേട്ടോ.
കംപ്ലീറ്റ് ദ ഗിവൺ ടേബിൾ സൂട്ടബിളി. എന്താണ് തന്നിരിക്കുന്ന ടേബിൾ സൂട്ടബിൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഗ്യാമേറ്റിന്റെ ക്യാരക്ടറിസ്റ്റിക് തന്നിട്ടുണ്ട്. ഗ്യാമേറ്റ് ഏതാന്നുള്ളത് എഴുതണം അല്ലോ. ഏതാ അറിയില്ല, ഓവം തന്നിട്ടുണ്ട് അല്ലേ. അപ്പം മറ്റേ എന്തായിരിക്കും നമുക്ക് അറിയാം അല്ലേ. അതിന്റെ സൈസ് എന്താണ്, ഗ്യാമേറ്റിന്റെ സൈസ് എന്താണെന്ന് മോട്ടിലിറ്റിയും അതുപോലെ മോർഫോളജിയും ഒക്കെ പറഞ്ഞിരിക്കുന്നുണ്ട് അല്ലേ. അപ്പൊ നമുക്ക് ഗ്യാമേറ്റ് ഏതാ, ഒന്ന് ഓവം ഒന്ന് സ്പേം ആണ് അല്ലേ. ഓക്കെ, സ്പേം. ഓക്കെ, മറ്റേ ഓവം അല്ലെ. സ്പേമിന്റെ സൈസ് എന്താണ്, സ്മോൾ ഇൻ സൈസ്. ഓക്കെ, മോട്ടിലിറ്റി ഉണ്ട് അല്ലേ. പിന്നെ മോർഫോളജി എന്താണ്, അതിന് ഹെഡ് ഉണ്ട്, മിഡിലുണ്ട്, പിന്നെ ടെയിലും ഉണ്ട് അല്ലേ. മിഡിൽ പാർട്ടും ഉണ്ട്, ടെയിലും ഉണ്ട്. അപ്പോൾ ഇവിടെ സ്പേം എന്ന് എഴുതുക. ഇവിടെ എന്താണ്, സ്മോൾ ഇൻ സൈസ് അല്ലേ. പിന്നെ ഇവിടെ മോട്ടിലിറ്റി എസ് ആണ്. ഇവിടെ എന്താണ്, ഹെഡ്, മിഡിൽ പീസ്, പിന്നെ പിന്നെന്താ വരുന്നത്, ടെയിൽ അല്ലേ. നെക്സ്റ്റ് ഗ്യാമേറ്റ് ഓവത്തിന്റെ സൈസ് എന്താണ്, അതിനപേക്ഷിച്ച് എന്താണ്, ലാർജ് ആണ് അല്ലേ. ലാർജ് സൈസ് ആണ്. മോട്ടിലിറ്റി നോ അല്ലേ. പിന്നെ ഇതെന്താ, മോർഫോളജി എന്താണ്, സ്പെറിക്കൽ ഷേപ്പ്, റൗണ്ട് ഷേപ്പ്. ഇതെന്താണ്, സ്പെറിക്കൽ ഇൻ സ്ട്രക്ചർ അല്ലേ. സ്പെഷ്യലൈസ്ഡ് പ്രൊട്ടക്റ്റീവ് ലെയേഴ്സ് ആർ സീൻ ഔട്ട്സൈഡ് ദ സെൽ മെംബ്രെയിൻ ഓഫ് ദ ഓവം. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടോ നന്നായി പഠിച്ചിട്ട് നിങ്ങൾ എക്സാം എഴുതുക കേട്ടോ. ഓക്കെ, താങ്ക് യു.